أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده. أعوذ بالله من الشيطان الرجيم. وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون. അങ്ങനെ സഹോദരന്മാരെ, സഹോദരികളെ, ശ്രോതാക്കളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ ഉസാമ ഖയ്യാത്ത് സംസാരിച്ച വിഷയം നമ്മുടെ വഴി ഒന്ന് മാത്രമാണ് എന്നതാണ്. അതെ, ഈ വിഷയം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണ്. നാം പരസ്പരം അങ്ങുമിങ്ങും ഛിന്ന ഭിന്നമായി തെറ്റിപ്പിരിഞ്ഞ് പല പല ഗ്രൂപ്പുകളായി ചേരിയായി ഭിന്നിക്കുക എന്നത് അള്ളാഹു ഇഷ്ടപ്പെടാത്തതാണ്. ഖുർആൻ കർശനമായ ഭാഷയിൽ എതിർത്തതായ ഭാഗമാണ്. നാം ഒരു വഴി മാത്രമാണ് അംഗീകരിക്കേണ്ടത്. ആ വഴി അള്ളാഹു എറിഞ്ഞതായ വഴിയാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതായ മാർഗമാണ്. അള്ളാഹു പറയുന്നു, അന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, നമ്മുടെ ഈ വഴി അത് ചൊവ്വായ മാർഗം ഇത് മാത്രമാണ്. വഅന്ന ഹാദാ, അള്ളാഹുവിൻ്റെ മാർഗം അതാണ് മുസ്തഖീമായ മാർഗം. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഊഹു, നിങ്ങൾ അതിനെയാണ് പിൻപറ്റേണ്ടത്. വലാ തത്തബിഉ സുബുല, മറ്റു ഉപമാർഗങ്ങളെ, റൂട്ടുകളെ, മറ്റു വഴികളെ നിങ്ങൾ പിൻപറ്റരുത്. ഫതഫറഖ ബിക്കും അൻ സബീലിഹി, അള്ളാഹുവിൻ്റെ യഥാർത്ഥ മാർഗത്തിൽ നിന്നിട്ട് നിങ്ങളെ ഭിന്നിപ്പിച്ച് ദൂരപ്പെടുത്തി കളയുന്നതാണ്. നിങ്ങളെ ഛിന്ന ഭിന്നമാക്കാനുള്ള കാരണം അള്ളാഹുവിൻ്റെ റൂട്ട് നിങ്ങൾ ഒഴിവാക്കുമ്പോഴാണ് എന്നർത്ഥം. ദാലിക്കും വസ്സാക്കും ബിഹി ലഅല്ലക്കും തത്തഖൂൻ, അള്ളാഹു നമ്മളോട് ചെയ്യുന്നതായ പ്രധാന വസിയത്താണ്. നാം ഭിന്നിക്കാൻ പാടില്ല. അള്ളാഹുവിൻ്റെ വഴിയിൽ ഏകീകരിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പന പാലിച്ചുകൊണ്ട് മുന്നോട്ട് കുതിക്കണം എന്നതാണ്. ഈ ആയത്തിൻ്റെ വിശദീകരണമെന്നോണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം അഹ്മദ് ബിൻ ഹംബൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണുന്നത് പോലെ ഒരവസരത്തിൽ സഹാബാക്കളുടെ മുമ്പിൽ ഭൂമിയിൽ ഒരു ലൈന് വരയുകയുണ്ടായി. മുസ്തഖീമായ ചൊവ്വായ ലൈന്, വളവ് തിരിവില്ലാത്ത ലൈന്. എന്നിട്ട് റസൂലുള്ളാഹി പറയുകയുണ്ടായി, ഇതാണ് അള്ളാഹുവിൻ്റെ മാർഗം, അഥവാ മുസ്തഖീമായ മാർഗം, അഥവാ ഭിന്നിപ്പില്ലാത്ത മാർഗം, വളവ് തിരിവില്ലാത്ത മാർഗം. ثم خط خطوطا عن يمينه وشماله, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഇടത് ഭാഗത്തും വലത് ഭാഗത്തും വേറെ ലൈനുകൾ വരഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി പറയുകയുണ്ടായി, ഈ റൂട്ടുകളെല്ലാം പിശാചിന്റെ റൂട്ടുകളാണ്, പിശാചിന്റെ വഴികളാണ്. വേറെ ഹദീസിൽ കാണാം, ദുആത്തുൻ അല അബ്വാബി ജഹന്നം, ജഹന്നമിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് ആ വാതിലിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നതായ പ്രബോധകന്മാർ മനുഷ്യ പിശാചികളിലും ജിൻ പിശാചികളിലും കാണാം. അവരാണ് അള്ളാഹുവിന്റെ യഥാർത്ഥ റൂട്ടിൽ നിന്നിട്ട് ജനങ്ങളെ വ്യതിചലിപ്പിക്കുന്നതും വഴിപഴപ്പിക്കുന്നതും ദൂരപ്പെടുത്തുന്നതും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നബിമാരെല്ലാം ഇഖ്വത്തുൻ ലിഇല്ലാത്ത്, അഥവാ ഒരാളുടെ വാപ്പ ഒന്നാണ്, കുറെ ഉമ്മമാരുണ്ട്, അവർക്കാണ് ഇല്ലാത്തെന്ന് പറയുക. അപ്പോൾ കുറെ ഉമ്മമാര് ഒരു വാപ്പ മാത്രം എന്നതുപോലെ അള്ളാഹുവിന്റെ ഒരു വഴിയിലേക്ക് മാത്രമാണ് എല്ലാ നബിമാരും ക്ഷണിക്കുന്നത്. പക്ഷേ അവരുടെ ഉമ്മമാര് വ്യത്യാസമുണ്ട്, അഥവാ അവരുടെ ശരീഅത്ത് വ്യത്യാസമുണ്ട്. ഓരോ നബിമാർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല മിൻഹാജിനെ ശരീഅത്തിനെ ഇറക്കിയിരുന്നു. നമുക്കും സുമ്മ ജഅൽനാക അലാ ശരീഅത്തിൻ മിനൽ അംരി ഫത്തബിഅഹാ വലാ തത്തബിഅ അഹ്വാ അല്ലദീന ലാ യഅലമൂൻ, പിന്നെ നാം നിങ്ങൾക്ക് ശരീഅത്തിനെ ഇറക്കുകയുണ്ടായി മുഹമ്മദേ, ആ ശരീഅത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ശരീഅത്തിനെ പിൻപറ്റുക. നിങ്ങൾ ദേഹയിച്ച് കൊണ്ട് ജനങ്ങൾ ഉണ്ടാക്കിയതായ വഴികളെ പിൻപറ്റരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞതായി കാണാം. അതെ, ജനങ്ങൾ വ്യത്യസ്തമായ ഛിന്ന ഭിന്നമായ റൂട്ടുകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിശുദ്ധ ഫുർഖാൻ അദീമിൽ അല്ലാഹു വിവരിച്ചതായ ഈ വിശദീകരണമെല്ലാം നൽകിയതോടുകൂടി തന്നെ ജനങ്ങൾ ഛിന്ന ഭിന്നമായിട്ടാണ്
പിന്നെ നമുക്ക് കാണാൻ സാധിച്ചത്. അള്ളാഹുവിന്റെ റസൂല് ലോകത്തോട് വിട വാങ്ങിയ ശേഷം തന്നെ ഭിന്നിക്കാൻ ആരംഭിച്ചു ഉമ്മത്ത് മുഹമ്മദ്. അതിൽ വളരെ വ്യത്യസ്തമായ ഭിന്നിപ്പ് പിൻകാലഘട്ടത്തിലാണ്, 1, 2, 3 നൂറ്റാണ്ടുകൾ കഴിഞ്ഞ ശേഷമാണ് പ്രകടമായിട്ട് നമുക്ക് കാണാൻ സാധിച്ചത്. അത് കാരണത്താൽ തന്നെ അവരവരുടെ മുഅ്തഖദാത്തിൽ തന്നെ വിശ്വാസപരമായ ആദർശപരമായ കാര്യത്തിൽ തന്നെ ഭിന്നിക്കുന്നതായിട്ട് കണ്ടു. ഛിന്ന ഭിന്നമായ പല വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നമുക്ക് ഷിയാക്കളിലൂടെ, റാഫിദികളിലൂടെ, അതുപോലെ ജഹ്മികളിലൂടെ, മുഅത്തലിങ്ങളിലൂടെ, മുഅ്തസിലിങ്ങളിലൂടെ പല ഛിന്ന ഭിന്നമായ അഭിപ്രായങ്ങളും വിശ്വാസപരമായ കാര്യത്തിൽ തന്നെ നമുക്ക് ആ പഴയ കാലഘട്ടത്തിൽ തന്നെ കാണാൻ സാധിച്ചു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കർശനമായ ഭാഷയിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഹദീസിൽ നമ്മോട് വിരോധിച്ചതായ റൂട്ടാണ്, വഴികളാണ് അവകളെയെല്ലാം ദൂരപ്പെടാനും ഏക വഴിയാകുന്ന അള്ളാഹുവിന്റെ റസൂല് വരഞ്ഞ അള്ളാഹു വിശുദ്ധ ഫുർഖാൻ അദീമിൽ നമുക്ക് വിശദീകരിച്ച ആ റൂട്ടിനെയാണ് നാം അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത്. അതിനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചുകൊണ്ട് അതിന്റെ പിന്നിൽ അണിനിരക്കുക എന്ന ബാധ്യത, ചുമതല നമ്മുടെ ഓരോരുത്തരെയും ബാധ്യതയാണ്, ചുമതലയാണ്. അതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചതായ കാലഘട്ടത്തിൽ സഹാബാക്കൾ ഒറ്റക്കെട്ടായി ഏകീകരിച്ചുകൊണ്ട് ജീവിച്ചിരുന്നു. റസൂലുള്ളാഹി അവരോട് വിടവാങ്ങിയ ശേഷം അവരുടെ ഇടയിൽ ഗവേഷണ വിധേയമായ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും അവരുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടായിരുന്നില്ല എന്നത് നാം പലപ്പോഴും പറഞ്ഞതാണ്. അത് നമുക്ക് നന്നായി പ്രകടമായി സഹാബാക്കളുടെ ജീവിതത്തിൽ കണ്ടതായ ഒരു ഐക്യമാണ്. ആ ഐക്യത്തോടാണ് നാം ഇപ്പോൾ മാറുകാട്ടിക്കൊണ്ടേ ഇരിക്കുന്നത്. ആ ഐക്യത്തോട് മാറുകാട്ടുന്നത് വിശ്വാസപരമായ കാര്യത്തിൽ മാത്രമല്ല, കർമ്മപരമായ കാര്യങ്ങളിലും നമ്മുടെ ഈ കാലഘട്ടത്തിൽ പിൻകാലഘട്ടങ്ങളിൽ ഛിന്ന ഭിന്നമായി കൊണ്ടേയിരിക്കുന്നു ഉമ്മത്ത് മുഹമ്മദ്. നമുക്ക് പല ആദർശങ്ങളും പല ആശയങ്ങളും പല ചിന്താഗതികളും പല നയങ്ങളുമാണ് നമ്മുടെ ഇടയിൽ പുതുതായി ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നത്. അവകളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചതുപോലെ പൈശാചിക റൂട്ടുകളാണ്. അള്ളാഹുവിന്റെ മാർഗത്തെ ആസ്പദമാക്കുന്നില്ലെങ്കിൽ, ഖുർആനിനെ ആസ്പദമാക്കുന്നില്ലെങ്കിൽ, സ്ഥിരീകരിക്കപ്പെട്ട സുന്നത്തിനെ ആസ്പദമാക്കുന്നില്ലെങ്കിൽ, സഹാബാക്കളുടെ ജീവിതത്തെ ആസ്പദമാക്കുന്നില്ലെങ്കിൽ അവളെല്ലാം പൈശാചിക റൂട്ടാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചത്. അതിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഊന്നിപ്പറഞ്ഞതായ ശൈലി ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. മക്ക ഇമാം ഓതിയതുപോലെ, വലാ തത്തബിഉ സുബുല, മറ്റു റൂട്ടുകളെ നിങ്ങൾ പിൻപറ്റരുത്, ഫതഫറഖ ബികും അൻ സബീലിഹി, നിങ്ങളെ ഛിന്ന ഭിന്നമാക്കി കളയും അല്ലാഹുവിന്റെ റൂട്ടിൽ നിന്നിട്ട്. വ്യത്യസ്തമായ റൂട്ടിലേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ, വ്യത്യസ്തമായ ചിന്താഗതികൾ പേറി നടക്കുമ്പോൾ നിങ്ങളെ അള്ളാഹുവിന്റെ വഴിയിൽ നിന്നിട്ട് ദൂരപ്പെടുത്തി കളയുമെന്ന് അള്ളാഹു തന്നെ വിശദീകരിച്ചതാണ്. മക്ക ഇമാമ് തുടരുകയുണ്ടായി, ജനങ്ങൾ അള്ളാഹുവിലേക്ക് എത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതായ ശൈലികൾ പലരിലും പല രൂപങ്ങളിലാണ്. ചിലരൊക്കെ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട്, ഖുർആൻ പഠിച്ചുകൊണ്ട്, ഖുർആൻ ഓതിയും കൊണ്ട്, ഖുർആൻ ചിന്തിച്ചുകൊണ്ട്, ഖുർആനിനെ കുറിച്ച് പഠിക്കേണ്ടതുപോലെ പഠിച്ചുകൊണ്ട്, അതുകൊണ്ട് അമൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നവരുണ്ടായിരിക്കാം. അതിൽ വല്ലപ്പോഴും വല്ല ചേഞ്ചുകൾ വന്നു പോയാൽ, ഒരു ദിവസത്തിൽ ഒരു മനുഷ്യൻ 3 ജുസ് ആണ് ഓതുന്നതെങ്കിൽ അത് 2 ജുസ് ആയി പോയാൽ ഉദാഹരണത്തിന്, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഒരു ദിവസത്തിൽ ഖുർആനുമായുള്ളതായ ബന്ധത്തിൽ വീഴ്ച വന്നതായിട്ട് തോന്നിയാൽ അദ്ദേഹത്തിന് തലവേദന ഉണ്ടാകും, അദ്ദേഹത്തിന് പ്രയാസം ഉണ്ടാകും, അദ്ദേഹത്തിന് ഞാൻ ഇന്ന് എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നും പോലെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ചിലരൊക്കെ അവന്റെ സയ്യിദു അമലിഹി, മക്ക ഇമാം പറഞ്ഞതുപോലെ അവന്റെ അമലുകളുടെ നേതാവ് നമസ്കാരത്തിൽ പ്രാധാന്യം നൽകലായിരിക്കും. നമസ്കാരം ഫർളും അത് കഴിഞ്ഞാൽ സുന്നത്തുകളും അതുപോലെ തന്നെ രാത്രിയിൽ ഹയാത്താക്കലുകളും അതിലെല്ലാം വളരെ ശക്തിയായ രൂപത്തിൽ അത് ചെയ്യേണ്ടതുപോലെ ചെയ്യണമെന്ന നിർബന്ധമുള്ളവരായിരിക്കാം. എന്നിട്ട് അതിൽ വല്ല വീഴ്ചകൾ വന്നു പോയാൽ ആ വീഴ്ചകൾ വരുന്നതായ സന്ദർഭത്തിൽ അവർക്ക് പ്രയാസമുണ്ടാകും. ആദ്യം സംഭവിച്ചതുപോലെ തലവേദനയുണ്ടാകും, വീഴ്ചബോധമുണ്ടാകും. അതുപോലെ തന്നെ ജനങ്ങളുടെ കൂട്ടത്തിൽ നിന്നിട്ട് പലരും നോമ്പിൽ പ്രാധാന്യം നൽകുന്നവരുണ്ടായിരിക്കാം. നിർബന്ധമായ ഫർളായ നോമ്പിന് പുറമെ സുന്നത്തായ നോമ്പുകളെല്ലാം കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നവരുണ്ടായിരിക്കാം. അതിൽ വല്ല വീഴ്ച വന്നാൽ അവർക്ക് ദുഃഖബോധവും ഖേദബോധവും വീഴ്ചബോധവും ഉണ്ടാവും. അതുപോലെ തന്നെ
ജനങ്ങളിൽ നിന്നിട്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവർ ധാരാളം ഉണ്ടായിരിക്കാം. അപ്പോൾ പല റൂട്ടുകൾ ജനങ്ങൾ കൈകൊള്ളും, അഥവാ അതിന് പ്രാധാന്യം നൽകുമെന്ന അർത്ഥത്തിലേക്ക്, മറ്റ് കാര്യങ്ങൾ, മറ്റ് സൽക്കർമ്മങ്ങൾ ചെയ്യുകയില്ല എന്ന അർത്ഥത്തിലേക്കല്ല. അപ്പോൾ ചിലരൊക്കെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകൽ മറ്റുള്ളവർക്ക് ഇഹ്സാൻ നൽകുന്നതിലായിരിക്കും, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിലായിരിക്കും, മറ്റുള്ളവർക്ക് നന്മകൾ എത്തിച്ചു കൊടുക്കുന്നതിലും അവർക്ക് പരോപകാരം ചെയ്യുന്നതായ കാര്യങ്ങളിലായിരിക്കും. ചിലപ്പോൾ അതിൽ വീഴ്ച വരുമ്പോൾ അവർക്ക് ദുഃഖവും പ്രയാസവും തലവേദനയും വീഴ്ചബോധവും ഉണ്ടാവാറുണ്ടായിരിക്കും. ഇത് ഒരു ഉദാഹരണത്തിന് പറയുകയാണ്. മക്ക ഇമാം പറഞ്ഞതുപോലെ ചിലരൊക്കെ നാം ഈ കേട്ടതായ എല്ലാ ഇനങ്ങൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ട്, അവകളെല്ലാം ഒരുപോലെ പ്രാധാന്യം നൽകിയും കൊണ്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് ചില ഹദീസുകളിൽ വന്നതുപോലെ ആരാണ് ഇന്ന് രോഗിയെ സന്ദർശിച്ചത്, ആരാണ് ഇന്ന് നോമ്പ് പിടിച്ചത്, അങ്ങനെ പല പല ഇനങ്ങൾ അമാലുകളെ കുറിച്ച് ചോദിച്ചപ്പോൾ സഹാബാക്കൾ നിന്നിട്ട് അന യാ റസൂലല്ലാഹ്, അന യാ റസൂലല്ലാഹ്, അന യാ റസൂലല്ലാഹ് എന്ന് മറുപടി പറഞ്ഞതായ സംഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. അതുപോലെ എല്ലാറ്റിലും സൂക്ഷ്മമായി ശ്രദ്ധ ചെലുത്തിയും കൊണ്ട് എല്ലാ അമലുകളെയും ചെയ്യാൻ വേണ്ടി പാടുപെടുന്നതായ ആളുകൾ ജനങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കും. അവരാണ് യഥാർത്ഥത്തിൽ വിജയികൾ. അവരാണ് അള്ളാഹുവിനെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിച്ചവര്. അവരാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടപ്പെട്ട ദാസന്മാർ. അവരാണ് ഖാനിതീങ്ങൾ, അവരാണ് മുഖ്ബിതീങ്ങൾ, അവരാണ് അള്ളാഹു ഇഷ്ടപ്പെട്ട ദാസന്മാരും ദാസികളും. അങ്ങനെയുള്ള ഇനങ്ങളിൽ പെടാൻ വേണ്ടിയാണ് നാം പരിശ്രമിക്കേണ്ടത്. വീഴ്ച എല്ലാരിലും വരാം, പക്ഷേ വീഴ്ച വരുന്ന സന്ദർഭത്തിൽ ദുഃഖബോധവും വീഴ്ചബോധവും ഉണ്ടാവണം എന്നതാണ് അവിടെ മക്ക ഇമാം ഉണർത്തിയത്. അപ്പോൾ നമ്മളിൽ ഓരോ അമലുകൾ ചെയ്യുമ്പോൾ, പണ്ടൊക്കെ നാം പലപ്പോഴും ക്ലാസ്സിൽ പറഞ്ഞതുപോലെ സലഫ് സാലിഹീങ്ങൾ അവരുടെ ജീവിതത്തിൽ വല്ല വീഴ്ചയും വന്നു കഴിഞ്ഞാൽ അത് അവരുടെ വാഹനത്തിൽ കാണും. അഥവാ അവരുടെ വാഹനം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ കാറോ ബസ്സോ ആണെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിൽ അവരുടെ കൂടെ ഉണ്ടാവൽ അവരുടെ കൂടെയുള്ള കഴുതിയായിരിക്കും, അല്ലെങ്കിൽ ഒട്ടകമായിരിക്കും, അല്ലെങ്കിൽ കുതിരയായിരിക്കും. അതിൽ അവർ കാണും. അപ്പോൾ അവരുടെ കുടുംബത്തിൽ ഭാര്യയോടുള്ള സമീപനത്തിൽ ചേഞ്ച് കാണും. അപ്പോൾ അതിലെല്ലാം അവര് എന്താണ് അവരുടെ ശ്രദ്ധയിൽ വരിക? അപ്പോൾ തന്നെ ഇന്ന് ഞാൻ ചെയ്യേണ്ടതായ അദ്കാറുകൾ, ഇന്ന് ഞാൻ ഓതേണ്ടതായ ഹിസ്ബുകൾ, ഇന്ന് ഞാൻ നമസ്കരിക്കേണ്ട നമസ്കാരങ്ങൾ, ഇന്ന് ഞാൻ ചെയ്യേണ്ടതായ സൽക്കർമ്മങ്ങൾ, അതിൽ എനിക്ക് വല്ല തെറ്റും വന്നുപോയോ വീഴ്ച വന്നുപോയോ എന്നതായ ആ ദുഃഖബോധവും വീഴ്ചബോധവും തലവേദനയും ഉണ്ടാകുമെന്നതാണ് സഹാബാക്കൾക്ക് അഥവാ സലഫു സാലിഹീങ്ങൾക്ക് എന്നർത്ഥം. ഈ രൂപത്തിലായിരിക്കണം നാമും ആവേണ്ടത്. അങ്ങനെ ആവാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിനൊരു മാനയുണ്ടായിരിക്കും, അർത്ഥമുണ്ടായിരിക്കും. നമുക്ക് അള്ളാഹുവിന്റെ അടുക്കലേക്ക് ചെല്ലുന്ന സന്ദർഭത്തിൽ നാം ഇവിടെ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തിയാണ് എന്നതായ ഒരു ബോധമുണ്ടായിരിക്കും. അതാണ് മനുഷ്യൻ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കേണ്ടത് സത്യവിശ്വാസിയാണെങ്കിൽ എന്നതാണ് ഇന്ന് മക്ക ഇമാം ഉണർത്തിയതിന്റെ വളരെ ഷോർട്ടായ ഭാഗം. മദീന ഇമാം ഇന്ന് സംസാരിച്ച വിഷയം അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽ അൽ ഹമീദ് എന്നതായ ആ സിഫത്തിനെ കുറിച്ചായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാകളെ കുറിച്ചും സിഫാത്തുകളെ കുറിച്ചും അതിന്റെ ആയാത്തുകളെ കുറിച്ചും ഖുർആനിൽ പറഞ്ഞത് യഥാർത്ഥത്തിൽ ഹലാലിന്റെ ആയത്തുകളെ കുറിച്ചും ഹറാമിന്റെ ആയത്തുകളെ കുറിച്ചും പറഞ്ഞതിനേക്കാൾ കൂടുതലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് മദീന ഇമാം ഇന്ന് ഖുതുബ ഓതാൻ വേണ്ടി ആരംഭിച്ചത് യഥാർത്ഥത്തിൽ. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അത്രയും പ്രാധാന്യം അള്ളാഹുവിന്റെ അസ്മാകൾക്ക് സിഫാത്തുകൾക്ക് ഖുർആനിൽ നൽകിയിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ്. ആ അസ്മാകൾക്കും സിഫാത്തുകൾക്കും നൽകാൻ കാരണം തന്നെ ഓരോ ഇസ്മിന്റെ പിന്നിൽ ധാരാളം പഠനാർഹമായ കാര്യങ്ങൾ ഉൾക്കൊള്ളാനുണ്ട് എന്ന് അടിമകൾക്ക് നൽകുന്നതായ മെസ്സേജാണത്. അതുകൊണ്ട് തന്നെ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലു നമുക്കറിയാവുന്നതുപോലെ അവന്റെ വിശുദ്ധ ഫുർഖാൻ അലീമിനെ ആരംഭിച്ചത് എന്തിലൂടെയാണ്? അൽഹംദു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹു സ്തുത്യർഹനാണ് എന്ന വാക്ക് പറഞ്ഞുകൊണ്ടാണ് ഖുർആനിനെ ആരംഭിച്ചത് തന്നെ. അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറയുന്ന ശരി കേൾക്കുക, അൽഹംദുലില്ലാഹില്ലദീ ഖലഖസ് സമാവാതി വൽ അർദ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ അൽഹംദു സ്തുത്യർഹനത്രേ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്തുത്യർഹനാണ്. എങ്ങനെയുള്ള അള്ളാഹുവാണ്? ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളെ സൃഷ്ടിച്ചവനാണ് അവൻ, ഭൂമികളെ സൃഷ്ടിച്ചവനാണ് അവൻ. അപ്പോൾ സൃഷ്ടിപ്പിനെ കുറിച്ച് സംസാരിച്ചപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ സ്തുതിച്ചുകൊണ്ടാണ് ആരംഭിച്ചത്. ഏത് കാലഘട്ടത്തിലും ഏത് സന്ദർഭങ്ങളിലും ഏത് മേഖലകളിലും അള്ളാഹുവിനാണ് സ്തുതി എന്നതായ അർത്ഥം കുറിക്കുന്ന ആയത്തും ഖുർആനിൽ കാണാം. വലില്ലാഹിൽ ഹംദു ഫിസ് സമാവാതി വൽ അർദി, അള്ളാഹുവിനാണ് സ്തുതി ആകാശത്തിലും ഭൂമിയിലും, അതുപോലെ തന്നെ വൈകുന്നേരവും, അതുപോലെ തന്നെ നിങ്ങൾ ഉച്ചയാവുന്ന സമയത്തും എല്ലാം അള്ളാഹുവിനാണ് സ്തുതി എന്ന് പറയുന്നതായ ശൈലിയും നമുക്ക് വിശുദ്ധ ഫുർഖാൻ അദീമിൽ കാണാം.
അതെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ സ്തുതിക്കുന്നതിനെ ഇഷ്ടപ്പെടുന്നു. നാം അള്ളാഹുവിനെ സ്തുതിക്കുമ്പോൾ അള്ളാഹുവിനതിന് ഇഷ്ടമാണ്, അടിമയോട് സ്നേഹമാണ്, അടിമയോട് ഇഷ്ടമാണ് അവനെ സ്തുതിക്കുന്നതായ അടിമയെ. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് നമുക്ക് നമ്മുടെ നേതാവ് പഠിപ്പിച്ചത് എന്താണ്? അൽഹംദുലില്ലാഹില്ലദീ ലാ യുഹ്മദു അലാ മക്റൂഹിൻ സിവാഹി എന്ന ശൈലി നാം പഠിച്ചിട്ടുണ്ട് പലപ്പോഴും. അള്ളാഹു സുബ്ഹാനഹു വ തആല വല്ല പ്രയാസം വരുന്ന സന്ദർഭത്തിൽ വരേക്കും അൽഹംദുലില്ലാ എന്ന് പറയാൻ അർഹപ്പെട്ട ആളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. കാരണം എല്ലാം അവനിൽ നിന്നിട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വല്ല മുസീബത്ത് ഉണ്ടായി കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞവർക്ക് ഹംദ് എന്ന പേരിൽ ഒരു വീട് പ്രത്യേകം പരലോകത്തിൽ സ്വർഗലോകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വേണ്ടി സൃഷ്ടിച്ചു എന്ന സന്തോഷ വാർത്ത അങ്ങനെ ചെയ്ത വ്യക്തിക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയതായ വാർത്തയും നാം കേൾക്കാറുണ്ട്. അതെ, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ളതായ ഹംദ് എങ്ങനെയാണ് സ്തുതിക്കേണ്ടത് എന്നത്, അള്ളാഹു എത്രമാത്രം അർഹനാണ് ഹംദിനുള്ളത് എന്നത് അള്ളാഹുനല്ലാതെ അറിയാൻ സാധിക്കുന്നതല്ല. ലാ നുഹ്സി സനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക എന്ന് പറയാറുണ്ടല്ലോ. അതെന്താണ്? അതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് ക്ലിപ്തമാക്കാൻ സാധിക്കുന്നതല്ല നിന്നെ സ്തുതിക്കേണ്ടത് എത്രമാത്രം സ്തുതിക്കണമെന്നത്, നീ എത്രമാത്രം അർഹനാണ് എന്നത് സൃഷ്ടികൾക്ക് പറയാനോ കോലപ്പെടുത്താനോ സാധിക്കുന്നതല്ല എന്നർത്ഥം. അതെ, ലോകത്തിലുള്ള സർവ്വതും അള്ളാഹുനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇവിടെയുള്ള സർവ്വതും അള്ളാഹുനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അവരുടെ ഭാഷ അറിയുകയില്ല. അവര് ഏത് ഭാഷയിലാണ് സ്തുതിക്കുന്നത്? ചിലപ്പോൾ പറവ അത് കൂകുന്നത് അള്ളാഹുനുള്ള സ്തുതിയായിരിക്കാം, തവള അത് ശബ്ദിക്കുന്നത് അള്ളാഹുനുള്ള സ്തുതിയായിരിക്കാം, നമുക്കറിയുകയില്ല. പക്ഷേ അള്ളാഹു പറയുന്നു ഇവിടെ സർവ്വതും അള്ളാഹുനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുന്നു. അതെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഖുർആനിനെ തുടങ്ങിയത് തന്നെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെയുള്ള ആ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു നമ്മളോട് കൽപ്പിക്കും പോലെ നിങ്ങളുടെ ജീവിതത്തിൽ എന്നെ സ്തുതിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ അതെനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്, ഞാൻ സ്തുതി അർഹനാണ് എന്ന് നിങ്ങൾ പഠിക്കണം. എന്നിട്ട് ആ സ്തുതി അർഹനായ എനിക്ക് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ആ സ്തുതി അള്ളാഹുവിന് സമർപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. വല്ല വ്യക്തിയും നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഹമീദല്ലാഹ വകബ്ബറ വസബ്ബഹ അള്ളാഹുവിനെ സ്തുതികീർത്തനം ചെയ്യുകയും അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് നാം പഠിച്ചതുപോലെ ചില ഹദീസുകളിൽ 10 പ്രാവശ്യം, ചില ഹദീസുകളിൽ 33 പ്രാവശ്യം, അതുപോലെ അല്ലാഹു അക്ബർ എന്ന്, അതുപോലെ സുബ്ഹാനല്ലാഹ് എന്ന്, ഉഫിറത്ത് ഖതായാഹു അവന്റെ എല്ലാ ചെറുദോഷങ്ങളും പൊറുക്കപ്പെടുന്നതാണ്. ചെറുദോഷങ്ങൾ എന്നത് മറ്റു ഹദീസിന്റെ സഹായത്തോടു കൂടി വഇൻകാനത് മിസ്ല സബദുൽ ബഹർ, സമുദ്രത്തിൽ നാം കാണുന്ന ആ സമുദ്രത്തിൽ ഒഴുകി വരുന്നതായ തിരമാലകളെപ്പോലെ നിരകളെപ്പോലെയുള്ള അത്രയും കൂടുതലാണ് ദോഷമെങ്കിൽ, ചെറുദോഷമെങ്കിൽ അതെല്ലാം പുറത്തു കിട്ടപ്പെടുന്നതാണ്. എന്തിലൂടെ? അള്ളാഹുവിന് സ്തുതികീർത്തനം അർപ്പിക്കലിലൂടെ. അള്ളാഹു സുബ്ഹാനഹു തആലയെ സ്തുതികീർത്തനം അർപ്പിക്കാൻ വേണ്ടി നാം ഒരുമിച്ച് കൂടുന്ന, പള്ളികളിൽ നമസ്കരിക്കാൻ ഒരുമിച്ച് കൂടുന്നത് പോലെയുള്ള ആ ഒരുമിച്ച് കൂടുന്ന, അതുപോലെ തന്നെ ക്ലാസുകളും എൽമിന്റെ സദസ്സുകളിലൊക്കെ അള്ളാഹുവിന് സ്തുതികീർത്തനം ചെയ്യുന്നതായ സദസ്സാണെങ്കിൽ അവിടെ മലക്കുകൾ ഹാജരാകുമെന്നാണ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി പറയുന്നത്. എന്നിട്ട് അവരെ കുറിച്ച് അള്ളാഹു ചോദിക്കും, എന്തുകൊണ്ട് എന്നെ സ്തുതിക്കുന്നു, എന്തുകൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്തുകൊണ്ട് എന്നെ ആദരിക്കുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ മലക്കുകളുടെ മറുപടി കേട്ട ശേഷം അള്ളാഹു അവർക്ക് നൽകുന്നതായ ആ വിശാലമായ മഗ്ഫിറത്തിനെ കുറിച്ചാണ് സന്തോഷവാർത്ത നൽകിയത്. മുത്തഫഖുൻ അലൈഹിയായ ഹദീസിലൂടെ നാം പഠിക്കാറുള്ളതായ ഭാഗമാണത്. അള്ളാഹു പറയുന്നതാണ്, അവർക്ക് ഞാൻ പുറത്തു കൊടുത്തിരിക്കുകയാണ്. ആർക്ക്? അള്ളാഹുവിനെ സ്തുതിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടി അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടേ ഇരിക്കുന്ന വിഭാഗം, മലക്കുകൾ സന്നദ്ധരാകുന്നതായ സദസ്സാക്കി മാറ്റാൻ വേണ്ടി പാടുപെട്ട വിഭാഗം, അള്ളാഹുവിനെ കുറിച്ച് പഠിക്കാനും അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ അറിയാനും അള്ളാഹു എത്രമാത്രം സ്തുതി അർഹനാണെന്ന് അറിയാനും അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രമാത്രം സൃഷ്ടികളിൽ നിന്നിട്ട് സ്തുതിയെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അറിയാനും വേണ്ടി ഒരുമിച്ച് കൂടിയവർക്ക് ഉള്ളതായ നേട്ടമാണ് നിങ്ങൾ ഈ കേട്ടത്. അതെ, അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരു മനുഷ്യൻ തിന്നുന്ന സന്ദർഭത്തിൽ ഒരു അടിമ വല്ല ഭക്ഷണവും കഴിക്കുകയാണെങ്കിൽ ആ ഭക്ഷണം കഴിച്ച ഉടനെ അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിന് ഇഷ്ടമുള്ളതായ ഭാഗമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഔ യശ്റബു ശുർബത, അല്ലെങ്കിൽ വല്ല പാനീയവും കഴിക്കുകയാണെങ്കിൽ ഫയഹ്മദ, അള്ളാഹുവിന് സ്തുതി കീർത്തനം അർപ്പിക്കുമ്പോൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നതായ ഭാഗമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാവുന്നതാണ്. അതെ, റസൂലുള്ളാഹിയോട് അള്ളാഹു പറയുന്ന ശൈലി കേൾക്കുക, വലഖദ് നഅലമു അന്നഹു യദീഖു സദ്റുക ബിമാ യഖൂലൂൻ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വകും മിനസ് സാജിദീൻ.
നമുക്കറിയാം എത്രമാത്രം നിങ്ങളുടെ ഹൃദയം ഇടുങ്ങുന്നുണ്ട്, കുടുസാകുന്നുണ്ട്. അവർ കാട്ടുന്ന ധിക്കാരത്തിന്റെ മുമ്പിൽ, അവർ കാട്ടുന്ന പരാക്രമത്തിന്റെ മുമ്പിൽ, അവർ ചെയ്യുന്നതായ ശകാരത്തിന്റെയും ആക്ഷേപത്തിന്റെയും മുമ്പിൽ ഇതൊക്കെ നാം അറിയുന്നുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മക്കയിലുള്ളതായ ജീവിതത്തിൽ, പ്രത്യേകിച്ച് മക്ക കാഫിരീങ്ങൾ നിട്ട് അനുഭവിക്കേണ്ടി വന്നതായ ആ പ്രയാസത്തിലേക്ക് സൂചന നൽകിക്കൊണ്ട് അല്ലാഹു ഖുർആനിൽ പറഞ്ഞ ശൈലിയാണ്. അവർ പറയുന്ന വാക്കുകളിലൂടെ നിങ്ങളുടെ ഹൃദയം പ്രയാസപ്പെടുന്നുണ്ട് എന്നത് നമുക്കറിയാം. അവിടെ ആ പ്രയാസം നീങ്ങാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിക്ക് പറഞ്ഞു കൊടുത്ത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് കാണിച്ചു കൊടുത്ത ശൈലി എന്താണ്? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, നിങ്ങൾ നിങ്ങളുടെ നാഥന് സ്തുതി ചെയ്യുക, സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കുക, അല്ലാഹുവിന് സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കുക. എന്നിട്ടോ വകും മിനസ് സാജിദീൻ, നിങ്ങൾ സുജൂദ് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ പെടുകയും ചെയ്യുക. അപ്പോൾ അല്ലാഹുവിലേക്ക് മടങ്ങലും അല്ലാഹുവിന് സ്തുതികീർത്തനം ചെയ്യലും അല്ലാതെ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് പ്രബോധകന്മാരെ സംബന്ധിച്ചിടത്തോളം വഴിയില്ല, മാർഗമില്ല. അവർക്ക് ശാന്തിയും സമാധാനവും കിട്ടുവാനും അവരുടെ ആ ദഅവത്ത് ജീവിതത്തിൽ, ദഅവത്ത് മേഖലകളിൽ വിജയം ലഭിക്കുവാനും എന്ന് പഠിപ്പിക്കും പോലെ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് മേഖലയിലാണല്ലോ അനുഭവിച്ചത് കഷ്ടതകൾ, ദഅവത്ത് മേഖലയിലാണല്ലോ ഹൃദയം ഇടുങ്ങിയതും പ്രയാസപ്പെട്ടതും. അവിടെ അതിന് പ്രതിവിധിയായിട്ട് റസൂലുള്ളാഹിയോട് അല്ലാഹു പറഞ്ഞ ശൈലി എന്താണ്? സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കണം. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വകും മിനസ് സാജിദീൻ എന്ന് അല്ലാഹു കൽപ്പിക്കുകയുണ്ടായി. നാമും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ, അല്ലാഹുവിന്റെ വഴിയിൽ പ്രബോധനം ചെയ്യുമ്പോൾ, പ്രബോധകരാണെങ്കിൽ പ്രത്യേകിച്ച് എഴുത്തുകാരാവട്ടെ, ലേഖകന്മാരാവട്ടെ, പ്രാസംഗികന്മാരാവട്ടെ, ആരായിരുന്നാലും വിരോധമില്ല. ദഅവത്ത് ചെയ്യുന്ന മേഖലകളിൽ സത്യമാണ് പറയുന്നത് എങ്കിൽ ധാരാളം ശത്രുക്കളുടെ ഭാഗത്തിൽ നിന്നിട്ട് പ്രയാസം അനുഭവിക്കേണ്ടി വരാം. ചിലപ്പോൾ ചീത്തയായിരിക്കാം, ചിലപ്പോൾ കല്ലേറായിരിക്കാം, ചിലപ്പോൾ അതിലും വലുതായ ഭാഗങ്ങളായിരിക്കാം. അവിടെയെല്ലാം പ്രതിവിധിയായിട്ട് അൽഹംദുലില്ലാ 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 എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനിക്കുക. അള്ളാഹുവിന്റെ സഹായം അവിടെ ഇറങ്ങുക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ ആ അനുഗ്രഹീത നോട്ടം അവരിൽ ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മളിൽ ഉണ്ടാകും. അതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരു മനുഷ്യൻ അവന്റെ നാവിലൂടെ ഹംദ് കൊണ്ട് അവൻ ചലിപ്പിക്കുകയാണെങ്കിൽ അത് അള്ളാഹുവിന്റെ അടുക്കൽ ധർമ്മമായി മാറുന്നു എന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അതാണ് റസൂലുള്ളാഹി പറയുന്ന ശൈലി, വകുല്ലു തഹ്മീദത്തിൻ സദഖ, നീ ചെല്ലുന്ന അൽഹംദുലില്ലാ ഓരോ തവണയിൽ ചെല്ലുമ്പോൾ അത് ധർമ്മമാണ്, അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടുന്നതായ ഒരു അമലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അത് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെയാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി പറയുന്ന ശൈലി കാണാം. ഇതെല്ലാം മദീന ഇമാം പറഞ്ഞതായ ഖുതുബയിൽ നിന്ന് വിശദീകരിച്ചതായ ഭാഗങ്ങളിൽ ചിലതാണ് നിങ്ങളെ ഞാൻ ഇന്ന് കേൾപ്പിക്കുന്നത്. കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാനി ഖതീലത്താനി ഫിൽ മീസാനി ഹബീബത്താനി ഇലർ റഹ്മാൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം. രണ്ട് വാക്കുകൾ, ഖഫീഫത്താനി അലൽ ലിസാൻ, പറയാൻ വളരെ ലളിതം, വളരെ എളുപ്പം, വളരെ വെയിറ്റ് കുറഞ്ഞത് നാവിൽ പറയുന്ന സന്ദർഭത്തിൽ. ഖതീലത്താനി ഫിൽ മീസാൻ, അള്ളാഹുവിന്റെ അടുക്കലുള്ളതായ ആ പരലോകത്തിൽ അള്ളാഹു നമുക്ക് തയ്യാറാക്കി വെച്ചതായ മീസാൻ ഉണ്ടല്ലോ, നമുക്ക് ആ മീസാന്റെ കോലം അറിയുകയില്ല. ഇന്നത്തെ കമ്പ്യൂട്ടർ പോലെയല്ല അള്ളാഹുവിന്റെ കമ്പ്യൂട്ടർ, അത് കൃത്യമായിട്ടാണ് കണക്ക് കൂട്ടുക. ആ മീസാനിൽ അള്ളാഹുവിന്റെ അടുക്കൽ വളരെ വെയിറ്റ് കൂടിയതായിരിക്കും ആ രണ്ട് കലിമ. ഹബീബത്താൻ ഇലർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന്റെ അടുക്കൽ വളരെ ഇഷ്ടപ്പെട്ടതായ വചനമാണ് ആ വചനങ്ങൾ. അതെന്തൊക്കെയാണ്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം എന്നതായ പദമാണ്. ഈ ഹദീസ് മുത്തഫഖുൻ അലൈഹിയാണ്. ഈ ഹദീസും പഠിപ്പിക്കുന്നത് എന്താണ്? അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു സിഫത്താണ് ഹംദ് എന്ന സിഫത്ത്. അള്ളാഹുവിന് നാം സ്തുതികീർത്തനം അർപ്പിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹമീദാണ്. നാമൊക്കെ ഇബാദുല്ലാഹി, അള്ളാഹുവിന്റെ അടിമകളാണ്. അടിമകളായ നാം യജമാനനായ റബ്ബിനെ സ്തുതികീർത്തനം ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. നാം ഇതുവരെ കേട്ട രൂപത്തിലുള്ളതായ ജീവിതമാണ് നാം ജീവിക്കുന്നതെങ്കിൽ അത് ആദ്യം മക്ക ഇമാം പറഞ്ഞതായ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഫുർഖാൻ അദീമിലൂടെ വസിയത്തായിട്ട് ലോക മുസ്ലിങ്ങളോട് പറഞ്ഞതായ, വിശുദ്ധ ഫുർഖാൻ അദീമിലൂടെ പറഞ്ഞതായ വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഈ ചൊവ്വായ മാർഗം അല്ലാഹു നിങ്ങൾക്ക് ഇറക്കിയതായ ഈ ശരീഅത്താണ്, ഈ ദീനാണ്, ഈ ഖുർആനിലൂടെ പഠിപ്പിക്കപ്പെട്ടതായ മതമാണ്
മതമാണ്. ഫത്തബിഊഹു, നിങ്ങൾ അതിനെയാണ് പിൻപറ്റേണ്ടത്. വലാ തത്തബിഉ സുബുല, മറ്റു റൂട്ട്സുകളെ നിങ്ങൾ പിൻപറ്റരുത്. ചിന്ന ഭിന്നമായിട്ട് അള്ളാഹുവിന്റെ കൽപ്പനകളെ ധിക്കരിച്ചുകൊണ്ട് നാം കാണുന്നത് പോലെ ഓരോ കാലഘട്ടങ്ങളിൽ ഓരോ വ്യത്യസ്തമായ ഗ്രൂപ്പ്സുകളാണ്, പാർട്ടികളാണ് ഈ ഇസ്ലാമിന്റെ പേരിൽ ഇസ്ലാമിലേക്ക് ചേർത്ത് പറയുന്നവർ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏത് കാലഘട്ടത്തിലും ഇല്ലാത്ത രൂപത്തിലുള്ളതായ ചിന്ന ഭിന്നമായ രൂപത്തിലുള്ള ചിന്താഗതികളാണ് ഇപ്പോൾ വ്യാപകമായി കൊണ്ട് ഇരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് പറയാതെ അറിയുന്ന പരമാർത്ഥമാണ്. അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാനുള്ളതായ മാർഗം ഏക വഴിയായി അള്ളാഹു തെരഞ്ഞെടുത്ത് നമുക്ക് ഇറക്കിയതായ ശരീഅത്തിന്റെ ബേക്കിലാണ് നടക്കുക. അതിൽ നന്മയുണ്ട്. എവിടെയെല്ലാം നന്മയുണ്ടെന്ന് ആരെല്ലാം പറയുന്നുണ്ടോ അതെല്ലാം ആ ശരീഅത്തിലുണ്ട്, ആ ഖുർആനിലുണ്ട്, ആ ഖുർആന്റെ വിശദാംശമായ സുന്നത്തിലുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇറക്കിയതുപോലെ നബിമാർക്കെല്ലാം ശരീഅത്തുകൾ ഇറക്കിയിരുന്നു. ലികുല്ലിൻ ജഅൽനാ മിൻഹും ശിർഅത്തൻ മിൻഹാജ, ഓരോ നബിമാർക്കും ശരീഅത്തും മനഹജും ഇറക്കിയിരുന്നു. അതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്യത്യസ്തമായ ഉമ്മമാര്, അതേ സമയത്ത് വാപ്പ ഒന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഇറക്കിയ ഒരു മതമാണ്. ആ മതത്തിൽ ഒരു വിശ്വാസമാണ്, ഒരു ആദർശമാണുള്ളത്. ആരാധന അള്ളാഹ്ക്ക് മാത്രം, പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം, സ്നേഹിക്കേണ്ടത് ഹൃദയത്തിന്റെ അകത്തിൽ നിന്നിട്ട് യഥാർത്ഥ ഇബാദത്താകുന്ന സ്നേഹം അത് അള്ളാഹുവിനെ മാത്രം, ഭയപ്പെടേണ്ടത് ആരാധനയാകുന്ന ആ ഭയപ്പെടൽ അത് അള്ളാഹുവിനെ മാത്രം. അങ്ങനെ എല്ലാ വിഷയങ്ങൾ, എല്ലാ പ്രശ്നങ്ങൾ ബരമേൽപ്പിക്കേണ്ടത്, തവക്കുലാക്കേണ്ടത് അത് അള്ളാഹുലേക്ക് മാത്രം. അപ്രകാരം തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോടാണ് നാം എന്ത് വിഷയം, എന്ത് പ്രശ്നങ്ങൾ പറയാനുണ്ടെങ്കിൽ അതെല്ലാം പറയേണ്ടത്. ആ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുവിന്റെ ആ റൂട്ട്, ആ മാർഗം നാം കൈക്കൊള്ളാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞതിന്റെ ശേഷം, അഥവാ സലഫു സാലിഹ്യങ്ങൾ ജീവിച്ച ജീവിതമാണ് മക്ക ഇമാം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ആദർശപരമായ കാര്യത്തിൽ ഭിന്നിപ്പുണ്ടായിട്ടേ ഇല്ല. അവരുടെ കാലഘട്ടത്തിൽ ജന്മദിനാഘോഷമോ മരണദിനാഘോഷമോ ഖബർ കെട്ടിപ്പൊക്കലുകളോ അനാചാരങ്ങളോ ബിദ്അത്തുകളോ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കലുകളോ മലക്കുകളെ, ജിന്നുകളെ, മനുഷ്യന്മാരെ, വസ്തുക്കളെ, വ്യക്തികളെ എല്ലാം പൂജ നടത്തുകയും അവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയും അവരിൽ നന്മ കണ്ടെത്തുകയും അവരിൽ നിന്നിട്ട് നന്മ പ്രതീക്ഷിക്കുകയും ചെയ്യുക എന്ന ആ പരിപാടി സഹാബാക്കളുടെ കാലഘട്ടത്തിൽ ലോകം കണ്ടിട്ടില്ല. അപ്രകാരം തന്നെ ബഹുഭൂരിപക്ഷമായ ആ ഉത്തമ നൂറ്റാണ്ടിൽ ജീവിച്ചവരുടെ കാലഘട്ടത്തിലും കണ്ടിട്ടില്ല. പിൻകാലഘട്ടത്തിലാണ് അതെല്ലാം ഉടലെടുത്തത്. അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ നാം പരിശോധിച്ചു നോക്കിയാൽ ഹദീസ് നിഷേധം എന്ന പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്നതായ തത്വം ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടേ ഇല്ല. ഒരു സഹാബിയും ഒരു താബിഇയും ഒരു താബിഇ താബിയും കേൾക്കാത്തതായ പുതിയ ശബ്ദമാണ് ഇന്ന് നാം കേട്ടുകൊണ്ടേ ഇരിക്കുന്ന, വ്യാപകമായി കൊണ്ടേ ഇരിക്കുന്ന, പ്രത്യേകിച്ച് കേരളത്തിൽ ഹദീസ് നിഷേധം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 കൊല്ലം ജീവിച്ച ജീവിതം വേണ്ട, അതില്ലാതെ ഖുർആൻ മാത്രം നമുക്ക് മതി. ഖുർആൻ മതിയെങ്കിൽ ഖുർആനല്ലേ പറഞ്ഞത് റസൂലുള്ളാഹിന്റെ ബേക്കിലാണ് നടക്കാൻ, ഖുർആനല്ലേ പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂലിൽ മാതൃക കണ്ടെത്താൻ, ഖുർആനല്ലേ പറഞ്ഞത് അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല, നിങ്ങൾ അല്ലാഹുവിനെ വഴിപ്പെടുക റസൂലിനെ വഴിപ്പെടുക. എങ്ങനെയാണ് റസൂലിനെ വഴിപ്പെടൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമാ അതാകുമുർ റസൂലു ഫഖുദൂ, റസൂൽ എന്താണ് നിങ്ങൾ കൊണ്ടുവന്നത് അതിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. വമാ നഹാകും അൻഹു ഫൻതഹു, എന്തിനെയാണ് റസൂലുള്ളാഹി നിങ്ങളോട് വിരോധിച്ചത് അതിനെ നിങ്ങൾ വിട്ടു നിൽക്കുകയും ചെയ്യുക. അതാണ് റസൂലുള്ളാഹിയെ പിൻപറ്റൽ. ആ ഇത്തിബാ 70ഓളം ആയത്തുകളിലൂടെ ഇത്തിബാ വേറെ, പിൻപറ്റണമെന്ന കാര്യം വേറെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൽപ്പന അനുസരിക്കണമെന്ന കാര്യം വേറെ, വെവ്വേറെയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മടക്കി പറഞ്ഞതാണ്. നമുക്ക് ഖുർആൻ മതി എന്ന് പറയുമ്പോൾ നമുക്ക് അവരോട് ചോദിക്കാനുള്ളത്, അതേ ഖുർആനിലല്ലേ ഈ കൽപ്പനകളുള്ളത്, ഈ ശാസനങ്ങളുള്ളത്? ഇതൊക്കെ ഖുർആനല്ലേ, ഇതൊക്കെ ആയത്തുകളല്ലേ? നിങ്ങൾ ഇത് ഈ ആയത്തുകളൊക്കെ എന്ത് കാട്ടും, എന്ത് ചെയ്യും? പിന്നെ ഇങ്ങനെയുള്ളതായ ഒരു ധ്വനി, ഇങ്ങനെയുള്ള ഒരു ശബ്ദം, ഇങ്ങനെയുള്ള നീച നികൃഷ്ട ശബ്ദം, ഇങ്ങനെയുള്ള വാദങ്ങൾ നിങ്ങൾ ഈ പറയുന്ന ഈ നൂറ്റാണ്ടിലല്ലാതെ, അതുപോലെ കഴിഞ്ഞ നൂറ്റാണ്ട് മുതൽക്കല്ലാതെ ലോകം കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എവിടുന്നാണ് നിങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നത്? നിങ്ങൾക്ക് ചിന്തിച്ചിട്ട് വാചാലതയിൽ കൂടി ജനങ്ങളെ വഞ്ചിക്കാൻ സാധിക്കും, ജനങ്ങളെ വശീകരിക്കാൻ സാധിക്കും, ആൾക്കാരെ കൂട്ടിക്കൊണ്ടുപോകാൻ സാധിക്കും. അതൊക്കെ ഏത് കാലഘട്ടത്തിലും സാധിക്കാവുന്നതായ ഒരു മാധ്യമങ്ങളാണ്. പക്ഷെ അവിടെ നോട്ടം ഇതിനൊക്കെ പിൻബലമുണ്ടോ? ഖുർആനിന്റെ പിൻബലമുണ്ടോ? അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ പിൻബലമുണ്ടോ? സഹാബാക്കളുടെ ജീവിതത്തിൽ എന്നതാണ് നോട്ടം. അതുകൊണ്ട് നാം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഇന്ന് മക്ക ഇമാമ ചർച്ച ചെയ്തതായ ഏകീകരണം, ഐക്യം, ഭിന്നിക്കാതിരിക്കുക എന്ന ആ മഹാതത്വം നാം ഇന്ന് നമ്മിൽ നിന്നിട്ട് ബഹുഭൂരിപക്ഷം ഒഴിവാക്കി കളഞ്ഞതായ ഒരു മഹാ കൽപ്പനയാണ്, മഹാ നിയമമാണ്, മഹാതത്വമാണ്. ഇസ്ലാമിൽ ഐക്യത്തോടു കൂടി ജീവിക്കുക
ഐക്യത്തിലായിരിക്കുക, ആ ഐക്യം ഇസ്ലാമിന്റെ പേരിലാവുക, ആ ഐക്യം തൗഹീദിന്റെ പേരിലായി ആവുക, ആ ഐക്യം അള്ളാഹുവിന്റെ കൽപ്പനയുടെ പിന്നിൽ അണിനിരക്കലിലൂടെ ആയിരിക്കുക, ആ ഐക്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ കൽപ്പനകളുടെ പിന്നിൽ അണിനിരക്കലിലൂടെ ആവുക എന്നതാണ്. അതോടൊപ്പം ഇന്ന് മദീന ഇമാം സൂചിപ്പിച്ചതായ ഹംദ്, സ്തുത്യർഹനായ റബ്ബുൽ ഇസ്സത്തിന്റെ ആ സിഫത്ത് പഠിച്ചിട്ട് ആ സിഫത്തിന് അർഹനാണ് എന്നത് പ്രവർത്തനത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കി അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളെ കേൾപ്പിച്ചതായ മദീന ഇമാം സൂചിപ്പിച്ചതായ ആ ഭാഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കഴിഞ്ഞാൽ എത്തേണ്ടതായ നാട്, എത്തേണ്ടതായ ലോകം, എത്തുന്നതായ ലോകം അത് സ്വർഗലോകമാണ്. ആ സ്വർഗലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെയും അവസാനമായി പറയപ്പെടുന്നത് വഖീലൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വർഗത്തിൽ കിടക്കേണ്ടവരെല്ലാം സ്വർഗത്തിൽ കടന്ന് ഓരോരുത്തരും അവരവരുടെ രമ്യഹർമ്മങ്ങളിലേക്ക്, അവരവർക്ക് തയ്യാർ ചെയ്യപ്പെട്ട കൊട്ടാരങ്ങളിലേക്ക്, അവരവർക്ക് തയ്യാർ ചെയ്യപ്പെട്ടതായ ആ തോട്ടങ്ങളിലേക്ക്, ആ നിഅമത്തുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഓരോരുത്തരും അവിടെ പറഞ്ഞു പോകുന്നതായ പദമാണ്, അവിടെ പറയപ്പെടുന്നതാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു പറയുന്നു ഖുർആനിൽ, വഖാലുൽ ഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനാ. അവര് സ്വർഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞവർ പറയുന്നതാണ്, നാം എല്ലാവരെയും ആ ഇനത്തിൽ അല്ലാഹു പെടുത്തുമാറാകട്ടെ. എന്റെ ശബ്ദം കേൾക്കുന്നവരും അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകുടുംബക്കാരും നമ്മുടെ മാതാപിതാക്കളും എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഇനത്തിൽ പെടുത്തുമാറാകട്ടെ. വഖാലു, സ്വർഗവാസികൾ പറയുന്നതാണ് അവസാനമായിട്ട് എന്ത് പറയും? അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ. ഈ വിശാലമായ അനുഗ്രഹത്തിലേക്ക് ഞങ്ങളെ തെളിച്ചു കൊണ്ടുവന്ന, ഞങ്ങൾ ഇതിലേക്ക് എത്താൻ വേണ്ടി ഹിദായത്ത് നൽകിയതായ അല്ലാഹുവിനാണ് സ്തോത്രം. അല്ലാഹ് ഈ സന്മാർഗത്തിലേക്ക് നയിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഈ വഴിയിലേക്ക് എത്താൻ, ഈ സ്വർഗ്ഗലോകത്തിലേക്ക് എത്താൻ, ഈ സ്തുത്യർഹമായ ജീവിതത്തിലേക്ക് എത്താൻ സാധിക്കുകയില്ലായിരുന്നേനെ. അതുകൊണ്ട് അല്ലാഹുവിന് സ്തുതി എന്ന് സ്വർഗവാസികൾ പറയുന്നതാണ് എന്ന ആയത്ത് ഓതിയും കൊണ്ടാണ് മദീന ഇമാം അദ്ദേഹത്തിന്റെ ഖുതുബയെ സമാപിച്ചത്. അത് പറഞ്ഞുകൊണ്ടാണ് എന്റെ സംസാരത്തെ ഞാനും സമാപിക്കുന്നത്. നാം ഇതുവരെ പറഞ്ഞതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. വല്ല വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് മാഫ് ചെയ്ത് തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ മതത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് സേവിക്കുവാനും പ്രവർത്തിക്കുവാനുള്ള ദീർഘായുസ്സും ആരോഗ്യവും ആത്മാർത്ഥതയും നമുക്കേവർക്കും അള്ളാഹു നൽകുമാറാകട്ടെ. ഇങ്ങനെയുള്ളതായ ഇൽമിന്റെ സദസ്സുകളെ, എന്റെ ശബ്ദം കേൾക്കുന്നതായ സഹോദരന്മാരെ ഇനിയും കൂടുതൽ വർദ്ധിപ്പിച്ചുകൊണ്ട് സത്യം കണ്ടെത്തുവാൻ, നന്മ കണ്ടെത്തുവാൻ, ഖുർആനും സുന്നത്തും പഠിക്കുവാൻ എവിടെയെല്ലാം മാർഗമുണ്ട്, എവിടെയെല്ലാം മാധ്യമമുണ്ട്, അവകളെല്ലാം നാം പരിശോധിച്ച് കണ്ടുപിടിച്ച് നമ്മുടെ ജീവിതം അല്ലാഹുവിനെ സ്തുതി ചെയ്തുകൊണ്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ജീവിതമാക്കി മാറ്റുവാനും, അനൈക്യമില്ലാതെ ഐക്യത്തോടു കൂടിയുള്ള ജീവിതമാക്കി മാറ്റുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.